നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട വോട്ടെടുപ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 57 മണ്ഡലങ്ങളിൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ജനങ്ങൾ അവരുടെ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ജനവിധി എന്നറിയാൻ ഇനി കഷ്ടി ഒരാഴ്ച പോലും ബാക്കിയില്ല. ഒരു മാസത്തിന് മുൻപ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കോലാഹലം അവസാനിച്ചതാണ്. കേരളത്തിലെ നേതാക്കളൊക്കെ വിശ്രമത്തിലും യാത്രകളിലുമാണ്. വളരെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനുള്ളത്. എന്തിനേറെ ഇന്ത്യ ഭരിക്കാൻ പ്രകടന പത്രിക ഇറക്കിയ CPM-ന്റെ ഏറ്റവും സമുന്നതനും ശക്തനുമായ നേതാവ് പിണറായി വിജയൻ ഇത്രയും കാലം കുടുംബസമേതം വിദേശ ടൂറിലായിരുന്നു. എന്നാൽ ഒട്ടും വിശ്രമിക്കാതെ തെരഞ്ഞെടുപ്പ് പര്യടനം തുടരുന്ന കുറച്ചു പേരുണ്ട്. പ്രധാനമന്ത്രി മോദിയെയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും പോലെ ചിലർ. അക്കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏക BJP നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. അപ്രതീക്ഷിതമായി ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി എല്ലാവരെയും ഞെട്ടിച്ച് വലിയ മുന്നേറ്റം നടത്തി ഇടത് വലത് മുന്നണികളുടെ വിജയസാധ്യതയെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് വളർന്ന ശോഭ വിശ്രമമില്ലാതെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ്. മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലുമൊക്കെ ശോഭാ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് വേദികളിൽ വലിയ ജനക്കൂട്ടത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ആരവം മുഴക്കുന്ന കാഴ്ചയാണ് പുറത്തു വരുന്നത്. മഹാരാഷ്ട്രയിലെ ജനങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ തെരഞ്ഞെടുപ്പ് പര്യടനത്തെക്കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. കഴിഞ്ഞ 4 ദിവസമായി ശോഭാ സുരേന്ദ്രൻ ഉത്തർപ്രദേശിലെ വാരണാസിയിലെ വിവിധ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ്. വാരണാസിയിലെ പല സമ്മേളനങ്ങളിലും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താര നേതാക്കളിൽ ഒരാളായി ശോഭാ സുരേന്ദ്രൻ നിറഞ്ഞു നിൽക്കുന്നു. लेकिन दूसरा एक कंपनी है, दूसरा कंपनी का प्रोप्राइटर लालू प्रसाद यादव जी है, मैनेजिंग डायरेक्टर केजरीवाल है, एक दूसरा पार्टनर केरल का चीफ मिनिस्टर पिनराई विजयन है. एक एक लीडर हाथों मिलजुल कर वो क्या बताया है, भारत के लोगों को बताया वोट दीजिए. कारण क्या है, जेल से बाहर आकर केजरीवाल पैरोल में आकर ये तरह मैं बताऊं केरल में वोट दीजिए. लेकिन हमारा मोदी जी एक एक दिन एक एक घंटा राष्ट्र के लिए काम कर रहा है. हमारा योगी जी भी उसी तरह है. डबल इंजन सरकार है उत्तर प्रदेश में. ये डबल इंजन सरकार त्याग के साथ ऊर्जा के साथ हमारे लोग के लिए 300 प्रोजेक्ट्स हमारे मोदी जी लोगों को देती है. വാരണാസിയിൽ മത്സരിക്കുന്നത് സാക്ഷാൽ മോദിയാണെന്ന് ഓർക്കണം. മോദി പ്രത്യേകം താല്പര്യമെടുത്ത് തന്നെ ശോഭാ സുരേന്ദ്രനെ വാരണാസിയിൽ എത്തിച്ചു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആദ്യ ദിവസം മലയാളികളുടെ വിവിധ ഗ്രൂപ്പുകളെ അഡ്രസ്സ് ചെയ്യുകയായിരുന്നു ശോഭയുടെ ദൗത്യം. ഏതാണ്ട് 2000-ഓളം നഴ്സുമാരും നഴ്സിംഗ് വിദ്യാർത്ഥികളും വാരണാസിയിലുണ്ട്. അവരെയൊക്കെ നേരിട്ട് കണ്ട് അവരോടൊക്കെ വോട്ടഭ്യർത്ഥന നടത്തുകയും തെരഞ്ഞെടുപ്പിന് പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാൻ ശോഭയ്ക്കായിരുന്നു തീരുമാനം. കേരളത്തിൽ ആർക്കെങ്കിലും നേഴ്സിംഗ് പഠിക്കാനോ നേഴ്സായി ജോലി ചെയ്യാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ വാരണാസിയിലേക്ക് പോരാനാണ് ശോഭ ഉറപ്പ് നൽകിയത്. നേഴ്സിംഗ് മേഖലയിൽ അത്രയും വലിയ ബന്ധം ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ ശോഭ ഉണ്ടാക്കിയെടുത്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ ശോഭാ സുരേന്ദ്രന് ഡേറ്റിന് വേണ്ടി BJP റാലികളിൽ പ്രാദേശിക നേതാക്കൾ ക്യൂ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മന്ത്രിമാരും ഉന്നത നേതാക്കളും ഉൾപ്പെടുന്ന പല വേദികളിലും മുഖ്യപ്രഭാഷകയായി ശോഭാ സുരേന്ദ്രനാണ് എത്തുന്നത്. ഹിന്ദിയിൽ തന്നെ പ്രസംഗിച്ച് ആളുകളുടെ കയ്യടി നേടാൻ ശോഭ പ്രത്യേക വിരുദാണ് കാട്ടുന്നത്. ഒരു യോഗം കഴിയുമ്പോൾ അടുത്ത യോഗം എന്ന നിലയിൽ ശോഭയ്ക്ക് തുടർച്ചയായി ആവശ്യക്കാരുണ്ടാവുന്നു. കേരളത്തിൽ നിന്നും മറ്റൊരു നേതാവിനും ഇങ്ങനെയൊരു സ്വീകാര്യത കേരളത്തിന് പുറത്തുണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ശോഭയോടൊപ്പം നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള BJPയുടെ ദേശീയ കൗൺസിലിലുള്ള ഒരു നേതാവ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ മന്ത്രിയാണ്. ഉത്തർപ്രദേശിലേക്ക് ചുവട് മാറ്റിക്കോളൂ, ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം, എന്തിന് കേരളത്തിൽ കഴിയുന്നു, ദേശീയ രാഷ്ട്രീയം ആവരുതോ എന്നാണ് ആ മന്ത്രി ശോഭാ സുരേന്ദ്രനോട് ചോദിച്ചത്. വാരണാസിയിൽ നടന്ന വലിയ സന്യാസി സമ്മേളനത്തിലും ശോഭാ സുരേന്ദ്രന് പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു. സന്യാസി വര്യന്മാർക്കൊപ്പം ഇരിക്കുകയും അവരുടെ മുമ്പിൽ പേരെടുത്ത് പരിചയപ്പെടുത്തുകയും ചെയ്തതും ശോഭാ സുരേന്ദ്രനെ മാത്രമാണ്. ഏതാണ്ട് 7 സംസ്ഥാനങ്ങളിൽ നിന്നും
തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ടീമാണ് മോദിക്ക് വേണ്ടി വാരണാസിയിൽ പ്രവർത്തിക്കുന്നത്. ആ ടീമിലെ പ്രധാനിയാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ. അതെ, കേരളത്തിൽ തീപ്പൊരിയായി കത്തിപ്പടർന്ന ശോഭാ സുരേന്ദ്രനെ മോദി ക്ഷണിച്ച് വാരണാസിയിൽ തൻ്റെ പ്രചരണ രംഗത്തിറക്കിയിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും ശോഭയെ കാത്ത് ചില പദവികൾ ഉണ്ടേയെന്ന് ശോഭയുടെ ആരാധകർ പറയുന്നത് വെറുതെയല്ല. ശോഭ കേന്ദ്രമന്ത്രിയാകും എന്ന് വരെ പറയുന്നവരുണ്ട്. അതല്ല, ശോഭയായിരിക്കും തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ സംസ്ഥാന അധ്യക്ഷ എന്ന് പറയുന്നവരുമുണ്ട്. അത്തരം ഊഹാപോഹങ്ങളോടൊന്നും പ്രതികരിക്കാതെ തൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് തന്നെ നടക്കുകയാണ്. വാരണാസിയുടെ തെരുവീഥികളിൽ മുഴങ്ങിക്കേൾക്കുന്ന ശോഭാ സുരേന്ദ്രൻ്റെ കാലൊച്ചകൾ വരും ദിനങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ മാറ്റം വരുത്താതിരിക്കില്ല. नारी तू नारायणी, हमारा प्राइम मिनिस्टर सभी समय भाषण में बताऊं, नारी नारायणी की तरह है. हमारा परंपरा का व्यवस्था भी उसी तरह है. माँ को श्रद्धांजलि के देखना, ये राष्ट्र को भी माँ की तरह देती है. सो भारत को हम बुलाती है भारत माँ. अन्नलक्ष्मी, अष्टलक्ष्मी, ज्ञानलक्ष्मी, सरस्वती, दुर्गा, कई तरीका से हम औरत को औरत की मुख देखते समय, औरत की प्रतिभा देखते समय, वो क्रिश्चियन हो, इस्लाम हो, कोई जैन हो, बुद्ध हो, हिंदू हो, प्रॉब्लम नहीं. लेकिन सारे लड़की को चेहरा देखते समय माँ की दृष्टिकोण आती है. ये हमारा परंपरा का व्यवस्था है. मैं क्या बताऊँ, मैंने यहाँ आने के कारण ये है कि भारत के शोभनीय भविष्य आपके सुंदर भविष्य से जुड़ी है.